അറിവും തിരിച്ചറിവുമെന്ന ഞങ്ങളുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മിൽ പലരും വിശ്വസിക്കുന്നത് മനുഷ്യന്റെ ആദ്യ പറക്കൽ റൈറ്റ് സഹോദരന്മാരുടേതാണെന്നാണ്. അമേരിക്കക്കാരായ ഓർവിൽ റൈറ്റും വിൽബർ റൈറ്റും 1903 ഡിസംബർ 17 ഫ്ലോറിഡയിലെ കിറ്റി ഹോക്കിൽ വിജയകരമായി പറത്തിയ ആ വിമാനമാണ് ഇന്നത്തെ വ്യോമഗതാഗതത്തിൻ്റെ ചരിത്രത്തിൽ ഒരു വഴിത്തിരിവായി കണക്കാക്കപ്പെടുന്നത്. പക്ഷേ അതിന് 100 വർഷങ്ങൾക്ക് മുൻപ് ആകാശത്തെ കീഴടക്കാനുള്ള മനുഷ്യൻ്റെ സ്വപ്നം പറന്നുയർന്നിരുന്നു. 1783 ഒക്ടോബർ 15 ഫ്രാൻസിൽ മോണ്ട് ഗോൾഫിയർ സഹോദരന്മാർ നിർമ്മിച്ച ചൂട് നിറച്ച വലിയൊരു ബലൂൺ ആകാശത്തേക്ക് ഉയർന്നു. ഇതായിരുന്നു തുടക്കം. ആദ്യത്തെ വിജയകരമായ ഈ ഹോട്ട് എയർ ബലൂൺ പറക്കലാണ് ആധുനിക വ്യോമയാന ചരിത്രത്തിലെ ആദ്യത്തെ പടി. പറക്കാൻ മനുഷ്യന് കഴിയുമെന്ന് ഈ കണ്ടുപിടുത്തം തെളിയിച്ചു. പറക്കാനുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കാമെന്ന ചിന്ത ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും പ്രചോദനമായി. പുതിയ ശാസ്ത്രശാഖയ്ക്ക് വഴി തുറന്നു. ബലൂൺ യാത്രകൾ അന്തരീക്ഷത്തെക്കുറിച്ച് പഠിക്കാനുള്ള പുതിയ സാധ്യതകൾ തുറന്നു. വിവിധ ഉയരങ്ങളിലെ കാറ്റിൻ്റെ ഗതി, താപനില, വായുവിൻ്റെ ഘടന എന്നിവ മനസ്സിലാക്കുന്നതിനുള്ള ആദ്യത്തെ വേദിയായി ആകാശം മാറി. ഭൂമിയിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന മനുഷ്യന് ഭൂമിയുടെ ഉപരിതലത്തിന് മുകളിലേക്ക് സഞ്ചരിക്കാൻ സാധിച്ചു എന്നത് വലിയൊരു മുന്നേറ്റമായിരുന്നു. ഇത് പര്യവേക്ഷണത്തിൻ്റെയും സാഹസികതയുടെയും പുതിയ യുഗത്തിന് തുടക്കം കുറിച്ചു. 1783 ബലൂൺ യാത്ര ഫ്രാൻസിൽ വലിയൊരു വിസ്മയമായിരുന്നു. മനുഷ്യർക്ക് മുൻപ് മൃഗങ്ങളെ ഉപയോഗിച്ച് പരീക്ഷണം നടത്തി എന്നതാണ് ഏറ്റവും കൗതുകകരമായ വസ്തുത. 1783 സെപ്റ്റംബർ 19 വെർസൈൽസിൽ വെച്ച് ഒരു ചെമ്മരിയാട്, താറാവ്, പൂവൻകോഴി എന്നിവരായിരുന്നു ആദ്യത്തെ യാത്രക്കാർ. മൃഗങ്ങൾ സുരക്ഷിതമായി തിരിച്ചെത്തിയപ്പോഴാണ് മനുഷ്യർക്ക് യാത്ര ചെയ്യാമെന്ന ധൈര്യം ലഭിച്ചത്. പേപ്പറും സിൽക്കും ഉപയോഗിച്ച് നിർമ്മിച്ച കൂറ്റൻ ബലൂണുകൾ അടിയിൽ കത്തിച്ച തീയിൽ നിന്നുള്ള ചൂടേറ്റ് ആകാശത്തേക്ക് ഉയരുന്നത് അന്നത്തെ ആളുകൾക്ക് മാന്ത്രിക വിദ്യ പോലെ തോന്നി. പാരീസിലെ കൊട്ടാരങ്ങളുടെ മുകളിലൂടെ ബലൂൺ ഒഴുകി നീങ്ങുന്നത് കാണാൻ ആയിരക്കണക്കിന് ആളുകൾ തടിച്ചുകൂടി. പൈലറ്റായ ജീൻ ഫ്രാങ്കോയിസ് പിലാട്രെ ഡി റോസിയർ ഏകദേശം 4 മിനിറ്റോളം വായുവിൽ സഞ്ചരിച്ചു. തീയിൽ നിന്നുള്ള ചൂടുപയോഗിച്ച് ഉയർന്ന ഈ ബലൂൺ മനുഷ്യർക്ക് അന്തരീക്ഷത്തിലൂടെ സഞ്ചരിക്കാമെന്ന് ലോകത്തിന് തെളിയിച്ചു കൊടുത്തു. അതേ വർഷം നവംബർ 21 റോസിയറും മാർക്വിസ് ഡി ആർലാൻഡസും ചേർന്ന് മോണ്ട് ഗോൾഫിയർ സഹോദരന്മാരുടെ മറ്റൊരു ബലൂണിൽ ആദ്യത്തെ സ്വതന്ത്ര മനുഷ്യയാത്ര നടത്തി. പാരീസിൻ്റെ മുകളിലൂടെ 25 മിനിറ്റ് നീണ്ടു നിന്ന ആ യാത്ര മനുഷ്യൻ്റെ സ്വപ്നങ്ങൾ ആകാശത്തേക്ക് ഉയർന്ന നിമിഷമായിരുന്നു. പാരീസിൻ്റെ തെരുവുകൾ നിറഞ്ഞു നിന്നു. ആകാശത്തിലേക്ക് പൊങ്ങുന്ന ആ കൂറ്റൻ പേപ്പർ സിൽക്ക് ബലൂൺ കണ്ട് ആളുകൾ വിസ്മയത്തോടെ നോക്കി നിന്നു. പലർക്കും അത് മാന്ത്രിക വിദ്യ പോലെ തോന്നി. അവിടെ നിന്നാണ് വ്യോമയാനത്തിൻ്റെ കഥ ആരംഭിച്ചത്. ലോകമെമ്പാടുമുള്ള ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും പറക്കാനുള്ള പ്രചോദനമായി മാറിയ ആ നിമിഷം മനുഷ്യൻ ആകാശത്തെ കീഴടക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു. തുടർന്ന് ആ സ്വപ്നം ആകാശക്കപ്പലുകളിലേക്ക് വളർന്നു. സെപ്പലിൻ എന്ന ജർമ്മൻ എയർഷിപ്പ് അതിൻ്റെ പ്രതീകമായി. ഫെർഡിനാൻഡ് ഗ്രാഫ് ഫോൺ സെപ്പലിൻ്റെ കണ്ടുപിടുത്തമായ ഈ എയർഷിപ്പ് 1900 ജൂലൈ 2 ആദ്യമായി പറന്നുയർന്നു. ആദ്യ ശ്രമം പരാജയപ്പെട്ടെങ്കിലും പിന്നീട് 1908 മുതൽ സൈനിക സേവനത്തിനും 1909 മുതൽ യാത്രക്കാരുടെ ഗതാഗതത്തിനും ഉപയോഗിക്കപ്പെട്ടു. 1930കളിൽ സെപ്പലിനുകൾ ലോകം ചുറ്റിയപ്പോൾ വ്യോമഗതാഗതത്തിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായി. എങ്കിലും അതിൻ്റെ ദീർഘദൂര സഞ്ചാരവും അപകട സാധ്യതയും കണക്കിലെടുത്ത് വിമാനങ്ങൾക്കായി ഇവ വഴിമാറി. ഇന്നും ആ പഴയ ചൂട് നിറച്ച ബലൂൺ യാത്രകൾ വിനോദത്തിനും വിനോദസഞ്ചാരത്തിനും നിലനിൽക്കുന്നു. ഓസ്ട്രിയ, സ്വിറ്റ്സർലൻഡ്, ജർമ്മനി എന്നീ രാജ്യങ്ങളിൽ ആൽപ്സ് മലനിരകളുടെ മുകളിലൂടെ പകൽ മുഴുവൻ ആകാശത്തിൽ സഞ്ചരിക്കുന്ന ബലൂണുകളെ കാണാം. അത് സാഹസികവും സുന്ദരവുമാണ്. മനുഷ്യൻ്റെ ആദ്യ സ്വപ്നമായ ആകാശയാത്രയുടെ മനോഹരമായ ഓർമ്മ പുസ്തകങ്ങളാണ് ഇന്നത്തെ ഹോട്ട് എയർ ബലൂണുകൾ. ചതുരാകൃതിയിലുള്ളതോ വൃത്താകൃതിയിലുള്ളതോ ആയ വലിയൊരു കൂടയ്ക്കുള്ളിലാണ് ഈ യാത്ര. ചുറ്റും തുറന്ന ഈ കൂടയ്ക്കുള്ളിലിരുന്ന് പ്രകൃതി ഭംഗി ആസ്വദിച്ച് നമുക്ക് യാത്ര ചെയ്യാമെന്നുള്ളതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ ആസ്വാദ്യത. ആൽപ്സ് പർവ്വതനിരകളിലൂടെ
ഒരു ബലൂൺ യാത്രയ്ക്കായി അനേകം സഞ്ചാരികൾ ഇവിടം സന്ദർശിക്കാറുണ്ട്. വിനോദസഞ്ചാരത്തിനായി മാത്രം ഉപയോഗപ്പെടുത്തുന്ന ഈ ബലൂൺ യാത്ര അല്പം സാഹസികവുമാണ്. ഏപ്രിൽ മാസം മുതൽ ഒക്ടോബർ മാസം വരെയുള്ള തെളിഞ്ഞ കാലാവസ്ഥയിൽ സ്വിറ്റ്സർലൻഡോ ഓസ്ട്രിയയോ സന്ദർശിക്കുന്ന സാഹസപ്രിയരായ സഞ്ചാരികൾക്ക് മറക്കാനാവാത്ത ഒരു അനുഭവമായിരിക്കും ഈ ബലൂൺ യാത്ര.